മക്കളെ എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ വെക്കേഷനായി കഴിഞ്ഞ് സ്കൂളിൽ പോയി എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടി കാണും. പേപ്പർ കിട്ടിയപ്പം ആ പേപ്പർ കിട്ടിയതിൽ സന്തോഷമുള്ളവരും കാണും, ചിലപ്പം മാർക്ക് കുറഞ്ഞ പോലെ വിഷമമുള്ളവരും കാണും. മക്കൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അടുത്ത നമ്മുടെ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. നമുക്ക് കുഴപ്പം വന്നിരിക്കുന്ന നമ്മുടെ പോരായ്മയായി വന്നിരിക്കുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് വൃത്തിയായി പഠിച്ച് അടുത്ത ക്രിസ്മസ് എക്സാമിന് നമുക്കത് പരിഹരിക്കാം. ചുമ്മാ വിഷമിച്ചിരുന്ന് വെറുതെ ടൈം കളയരുത്. കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ് ഇനി അടുത്ത പരീക്ഷയാണ്. അപ്പോൾ അതിനുവേണ്ടി എത്രയും നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സാർ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ട്രിഗണോമെട്രി എന്നാണ്. നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇവിടെ എന്താണ് ട്രിഗണോമെട്രി? നമ്മുടെ മലയാളം മീഡിയം കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ത്രികോണമിതി എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ത്രികോണങ്ങളെ മിതിക്കൽ എന്നാണ്. ത്രികോണങ്ങളെ എന്താണ് അതിൻ്റെ അളവുകളും അതിനെപ്പറ്റി പഠിക്കുന്നതാണ്. ഇപ്പോൾ ട്രൈഗോണോമെട്രി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അകത്തുനിന്ന് ഇതൊരു ഗ്രീക്ക് വേർഡാണ് മക്കളെ. അതിൽ നിന്ന് നമ്മൾ മീനിങ് എടുക്കാൻ ശ്രമിക്കുമ്പം അവിടെ വരുന്ന അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ട്രൈ 3 എന്നാണ്. 3 ട്രൈ 3. ഗോൺ എന്ന് പറഞ്ഞാൽ ആംഗിള് അല്ലെങ്കിൽ സൈഡ് എന്നൊക്കെ പറയാം. ആംഗിള് അല്ലെങ്കിൽ സൈഡ്. മെട്രി എന്ന് പറഞ്ഞാൽ മക്കളെ മെഷർമെൻറ്റ്. മെട്രി നമ്മുടെ വെട്രിമാരനൊക്കെ അല്ല ആലോചിക്കേണ്ടത്. ട്രൈ എന്ന് പറഞ്ഞാൽ 3, ഗോൺ ആംഗിൾ അല്ലെങ്കിൽ സൈഡ്, എന്താണ് മെട്രി എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് മൊത്തത്തിൽ ഫുള്ളായിട്ടൊന്ന് എടുത്ത് വായിച്ച് ഓരോ വാക്കും എടുത്തിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വായിച്ചാൽ 3 ആംഗിളിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ 3 സൈഡിൻ്റെ മെഷർമെൻറ്റ്. 3 ആംഗിളും 3 സൈഡും വരുന്ന ഫിഗർ ഏതാണ്? നമ്മൾ പോളിഗൺസ് ഒക്കെ പഠിച്ചിട്ടുള്ള 8-ലൊക്കെ 3 സൈഡ് 3 ആംഗിൾ വരുന്ന ഫിഗർ ഏതാണ്? 3 ആംഗിൾ വരുന്നതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഓവറലായിട്ടേക്കുന്ന 3 സൈഡ് വരുന്നതിൻ്റെ മെഷർമെൻറ്റ്. സത്യം പറഞ്ഞാൽ എന്തിൻ്റെ മെഷർമെൻറ്റ് എന്നാ? ട്രയാംഗിളിൻ്റെ മെഷർമെൻറ്റ്. ട്രയാംഗിളിൻ്റെ മെഷർമെൻറ്റ് എന്നാണ് ആ ഒരു ട്രിഗണോമെട്രി എന്ന ഗ്രീക്ക് വേർഡിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എടുത്ത് കണക്ട് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ട്രയാംഗിളുകളുടെ മെഷർമെൻറ്റ്, ഇതിനാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത് ട്രയാംഗിളുകളുടെ മെഷർമെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളതെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് ട്രയാംഗിളുകളിൽ ആദ്യം പഠിക്കുന്ന എല്ലാ ട്രയാംഗിളുകളും പറയുന്നില്ല, റൈറ്റ് ആംഗിൾ ട്രയാംഗിളാണ്. ട്രയാംഗിളിൽ തന്നെ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഓക്കെ, അറിയാം നിങ്ങൾക്ക്. 1 ഓഫ് ദി ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാംഗിളാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ തന്നെ 1 ഓഫ് ദി ഒരു ആംഗിൾ 90 ഡിഗ്രിയും ബാക്കിയുള്ള ആംഗിളുകൾ കുറച്ച് മാറ്റം വരുന്ന 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിളുകളെ പറ്റി പഠിക്കാനുണ്ട്. അത് സാറ് പറയാം. അതിന് മുമ്പ് ഏതൊക്കെ പോർഷൻ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഇവിടെ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ മക്കളെടാ, പ്രധാനമായിട്ടും 5 പോർഷനാണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ ഇച്ചിരി ബുദ്ധിമുട്ട് ചിലർക്ക് തോന്നുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മളിങ്ങനെ പോർഷൻ തിരിച്ച് വ്യക്തമായിട്ട് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ കൃത്യമായി പഠിച്ചാൽ സിമ്പിൾ ചാപ്റ്ററാണ്. നമ്മൾ ചില ആളുകളൊക്കെ ചോദിക്കത്തില്ലടാ, ഈ സൈനും സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ പഠിച്ചിട്ട് എന്തിനാണെന്ന്. അതൊക്കെ വരുന്ന ചാപ്റ്ററാണ് ഈ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. മക്കളെ, അപ്പം ഫസ്റ്റ് പോർഷൻ ആംഗിൾസ് ആൻഡ് സൈഡ്സ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് പഠിക്കാനുള്ള ട്രയാംഗിളുകളെ പറ്റിയാണ് ഈ ചാപ്റ്റർ ഫുള്ള്. അതിൽ തന്നെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒരു 2 ടൈപ്പ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പഠിക്കുന്ന പോർഷനാണ് ആംഗിൾസ് ആൻഡ് സൈഡ്സ്. ഫസ്റ്റ് നമ്മൾ ആ പോർഷനാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ മക്കളെ ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സൈനും കോസും പഠിക്കുന്ന ആ ഒരു പോർഷനാണ് ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്. ഇനി മൂന്നാമത്തെ പോർഷൻ ട്രയാംഗിൾസ് ആൻഡ് സർക്കിൾ. സർക്കിളും നമ്മുടെ ഈ ട്രയാംഗിളുകൾ തമ്മിലുള്ള കണക്ട് ചെയ്തുള്ള കുറച്ച് ഫിഗറുകൾ വരച്ച് അവിടുന്ന് ആംഗിൾ സൈഡൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പോർഷനാണ് ട്രയാംഗിൾ ആൻഡ് സർക്കിൾ. ഇനി അനദർ മെഷർ, സൈന് കോസ് കൂടാതെ ഒരു ട്രിഗണോമെട്രിക് വാല്യൂ ആയ ടാൻ എന്ന് പറയുന്നൊരു വാല്യൂ പഠിക്കുന്ന ആ ഒരു പോർഷനാണ് അനദർ മെഷർ. ഇനി ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്, അല്ലെങ്കിൽ കുട്ടികൾ പൊതുവെ വിളിക്കുന്ന ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന എലവേഷൻ ആൻഡ് ഡിപ്രഷൻ പ്രോബ്ലംസ് എന്ന് പറയും. അത് അവിടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ 5 പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, ഇതിൻ്റെ അകത്ത് മലയാളം മീഡിയക്കാർ പറയുന്ന ആംഗിൾസ് ആൻഡ് സൈഡ്സ്, കോണുകളും വശങ്ങളും. ന്യൂ മെഷർ ഓഫ് ആംഗിൾസ്, പുതിയ കോണളവുകൾ. മൂന്നാമത്തെ പോർഷൻ ട്രയാംഗിൾസ് ആൻഡ് സർക്കിൾസ്, ത്രികോണങ്ങളും വൃത്തങ്ങളും. നാലാമത്തെ പോർഷൻ അനദർ മെഷർ അല്ലെങ്കിൽ മറ്റൊരളവ്. ലാസ്റ്റ് പോർഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഉയരവും അകലവും അല്ലെങ്കിൽ ഉയരങ്ങളും അകലങ്ങളും. ഇതിനെ പറഞ്ഞാൽ എലിവേഷൻ ഡിപ്രഷൻ എന്നും പറയും. അപ്പം ഇത്രയും പോർഷനാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് ഫസ്റ്റ് പോർഷൻ തൊട്ട് ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് നമ്മൾ നല്ല മൈൻഡോടുകൂടി സാറിൻ്റെ കൂടെ നിങ്ങളിരിക്കുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് പോർഷൻ ഏകദേശം നിങ്ങൾക്ക് പക്കയായിട്ട് ക്ലിയർ ആവും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷനിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ പോർഷൻ ആംഗിൾസ് ആൻഡ് സൈഡ്സ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുകളെ പറ്റിയാണ് പഠിക്കുന്നത് സാറ് പറഞ്ഞിരുന്നു. അതിൽ തന്നെ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നമ്മൾ പഠിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്കറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാണേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, വൺ ഓഫ് ദി ആംഗിൾ 90 ഡിഗ്രി, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ മട്ടത്രികോണം. ഒരു കോൺ 90 ഡിഗ്രി വരുന്നതിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും ശ്രദ്ധിച്ചാൽ മതി. വൺ ഓഫ് ദി ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ്, രണ്ടും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ വൺ ഓഫ് ദി ആംഗിൾ 90 എന്ന് പറയുമ്പം മറ്റ് 2 ആംഗിളുകൾ ശ്രദ്ധിക്കുക. 90, ഇവിടെ 30 ആണ്, 60 ആണ്. ടോട്ടൽ എത്ര വരും? 180 വരും. അപ്പോൾ ട്രയാങ്കിൾ ടോട്ടൽ 180 അല്ലേ. ഇനി ഇവിടെ 45, 45, 90. അപ്പോൾ ഇവിടെ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ ട്രയാങ്കിളിൻ്റെയൊക്കെ റേഷ്യോ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 30, 60, 90 എന്ന് ആംഗിൾ വരുന്ന 30, 60, 90 എന്ന് ആംഗിൾ വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ആണ് മക്കളെ 1:√3:2. 1:√3:2. ഓക്കെ, അപ്പം 30, 60, 90 എന്ന് വന്നാൽ അതിൻ്റെ റേഷ്യോ ആണ് 1:√3:2. ഇനി 30യുടെ ഇവിടെ 1 വന്നേക്കുന്നത്, 60യുടെ നേരെ √3, 90യുടെ നേരെ 2. ഇത് എവിടെയൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്ന് ഡൗട്ടുള്ളവർ കാണും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 30യുടെ അപ്പുറം ഇപ്പുറം അല്ല കൊടുക്കേണ്ടത്. അപ്പുറം സൈഡുകളിൽ കൊടുക്കുന്നതെന്ന് ആലോചിച്ചാൽ 30 എന്ന് പറഞ്ഞ ആംഗിളിന് ഈ ഒരു സൈഡും ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട് സൈഡുകൾ. അപ്പം സൈഡിലല്ല, ഈ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്ത് വരുന്ന സൈഡുകളല്ല കൊടുക്കുന്നത്, ഓപ്പോസിറ്റ് വരുന്ന സൈഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. 30യുടെ ഓപ്പോസിറ്റാണ് 1 കൊടുക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ 60യുടെ താഴെ √3 കിടക്കുന്നത് കണ്ടാൽ 60യുടെ ഓപ്പോസിറ്റാണ് √3. 60ക്ക് ഓപ്പോസിറ്റ് √3. ഇനി 90ക്ക് ഓപ്പോസിറ്റാണ് എന്ത്? 2. 90യുടെ ഓപ്പോസിറ്റ് 2. ഇങ്ങനെയാണ് വരുന്നത്. 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. 1:√3:2 അതാണ്. ഓക്കെ, എടാ 45, 45, 90 ആണെങ്കിൽ അതൊന്ന് ആലോചിക്കുക, പഠിച്ചിട്ടുള്ളതായിരിക്കും. 1:1:√2. 1:1:√2. 45ൻ്റെ ഓപ്പോസിറ്റ് 1. ഇവിടെ രണ്ടും 45 ആണ്. ഇവിടെ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 1, ഇവിടെ ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. അപ്പോൾ അതാണ് 1:1:√2. അപ്പം 30, 60, 90 ഈ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് നമുക്ക്. ഈ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമുക്ക് ഫസ്റ്റ് പോർഷനിൽ ഫുള്ള് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം റേഷ്യോ ഒന്ന് ഓർത്ത് വെക്കുക. 30, 60, 90 ആണെങ്കിൽ 1:√3:2. ഇനി 45, 45, 90 ആണെങ്കിൽ 1:1:√2. ഇവിടെ നിങ്ങൾക്ക് ആവശ്യം വരും ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം √3യുടെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1.732 അറിയാമായിരിക്കും നിങ്ങൾക്ക്. 1.732. അടുത്ത √2ൻ്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1.414. ഇതിവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. √3യുടെ വാല്യൂ, √2ൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിലേക്ക് വരാം. ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട റേഷ്യോയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സൈഡ്സിൻ്റെ റേഷ്യോ, സൈഡ് ആംഗിൾ റേഷ്യോകൾ മനസ്സിലായിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് വേറൊരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യും, ഈ റേഷ്യോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഈ കണക്ട് ചെയ്ത് കിടക്കുന്നത്, അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് 30, 60, 90യുടെ ആ ഒരു കണക്ഷൻ നോക്കാം മക്കളെ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഫസ്റ്റ് ടൈപ്പ് 30, 60, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയാൽ 30, 60, 90 വന്നാൽ 30, 60, 90 ആണ് ആംഗിളെങ്കിൽ അതിൻ്റെ റേഷ്യോ എങ്ങനെ ആയിരിക്കണം? 1:√3:2. 30, 60, 90 ആണെങ്കിൽ 1:√3:2 ആയിരിക്കും. നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 30യുടെ ഓപ്പോസിറ്റ് എന്ത് വരും? 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2. 30, 60, 90 വരുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിളുകളുടെ റേഷ്യോ 1:√3:2 ആണെന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് 1:√3:2. അത് റേഷ്യോ ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഒരു 30, 60, 90 വരുന്ന ട്രയാങ്കിളിൻ്റെ 30ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും 1 ആണ്, 60ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും √3 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് എപ്പോഴും 2 ആണ് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഈ 30ക്കും 60ക്കും 90ക്കും ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ അതിൻ്റെ റേഷ്യോ ആണ് 1:√3:2. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. രാമു വേറൊരു എക്സാമ്പിളാണ്, പിന്നെ വേറൊരു ബാലു, 2 പേരുണ്ടെന്ന് വിചാരിക്കുക. സാർ പെട്ടെന്ന് 2 പേര് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവർ 2 പേർക്ക്
അവരൊരു ജോലി ചെയ്യുന്നതിന് അവരിപ്പം എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണ്, ഒരു ദിവസത്തേക്ക് ഒരു വർക്ക് ചെയ്യുകയാണ്. ആ വർക്കിന് അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന സാലറി അല്ലെങ്കിൽ അവരുടെ ഏതോ അവർ ചെയ്യുന്ന 2 വർക്കുകൾക്ക് അവർക്ക് കിട്ടുന്ന സാലറിയുടെ റേഷ്യോ ആണ് 1:2. രാമുവിനും ബാലുവിനും കിട്ടുന്ന സാലറി, അവർ രണ്ടുപേരും കൂട്ടുകാരാണെന്ന് വിചാരിക്കുക. അവർക്ക് കിട്ടുന്ന സാലറിയുടെ റേഷ്യോ നോക്കിയപ്പം 1:2 ആണ്. 1:2 എന്ന് പറഞ്ഞാൽ രാമുവിന് കിട്ടുന്ന 1 രൂപയും ബാലുവിന് കിട്ടുന്ന 2 രൂപയാണെന്നാണ്? അല്ല. അവർക്ക് കിട്ടുന്ന സാലറി തമ്മിൽ അതിനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്താൽ വരുന്ന റേഷ്യോ, ഏറ്റവും ചെറിയ സിംപ്ലസ്റ്റ് ഫോമിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 1:2. ഇപ്പം അത് പലതരത്തിൽ സാലറി ആയി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാമുവിന് 500 കിട്ടുന്നതെങ്കിൽ ബാലുവിന് കിട്ടുന്നത് എത്ര ആയിരിക്കും? 1:2. ഇവിടെ കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? രാമുവിന് 500 കിട്ടിയാൽ ബാലുവിന് എത്ര കിട്ടും? 1000 ആയിരിക്കും കിട്ടുന്നത്. അതാണ് 1:2. കട്ട് ചെയ്യുമ്പം 500/1000 സിംപ്ലസ്റ്റ് ഫോം ആക്കുമ്പോൾ 0 0 0 0 ക്യാൻസൽ. 5 × 1 5, 5 × 2 ആണ് 10. 1/2. അതാണ് 1:2. ഓക്കെ. 500 1000 ആകാം, പക്ഷെ വേറെ രീതിയിലാകാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ രാമുവിന് കിട്ടുന്ന ഒരു 600 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ബാലുവിന് കിട്ടുന്നത്. അതാണ് ഇരട്ടി. 1:2 എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. അപ്പം 1200 വരും. അപ്പോൾ ഇവിടെ നമ്മുടെ രാമുവിന് കിട്ടുന്നത് 1000 ആണെങ്കിൽ അപ്പുറത്ത് എത്ര കിട്ടും? 2000 കിട്ടും. അതാണ് നമ്മുടെ ശമ്പളത്തിൻ്റെ റേഷ്യോ 1:2 ആണ്. ഇവിടെ രാമുവിന് കിട്ടുന്നതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ 1:2. 1:2 എന്ന് പറഞ്ഞാൽ 1:2 ആകാൻ എന്ത് ചെയ്യണം എന്നാലോചിക്കുക. × 2 അല്ലേ? അതുകൊണ്ടാണ് രാമുവിൻ്റെ ശമ്പളം 500 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടി എടുത്ത് ബാലുവിൻ്റെ 1000 എന്ന് പെട്ടെന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങോട്ട് നോക്കി വന്നാൽ രാമുവിൻ്റെത് 600, അപ്പം അതിൻ്റെ ഇരട്ടിയാണ് ബാലുവിൻ്റെത്. കാരണം 1:2 അല്ലേ? അപ്പം × 2 1200, 1000 ആയപ്പം × 2 2000. ഓക്കെ, ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് പറയണമെങ്കിൽ 1:2 ആകാൻ × 2, തിരിച്ച് 2 1 ആകാൻ നമ്മൾ രാമുവിൻ്റെ പറഞ്ഞിട്ടാണ് ബാലുവിൻ്റെ പറഞ്ഞത്. തിരിച്ച് പറഞ്ഞാൽ അവരുടെ ശമ്പളത്തിൻ്റെ റേഷ്യോ 1:2 ആണെങ്കിൽ ബാലുവിൻ്റെ ശമ്പളം 1000 ആണെങ്കിൽ രാമുവിൻ്റെ എത്ര? അതിൻ്റെ പകുതിയേ വരത്തുള്ളൂ. ഇങ്ങോട്ട് വരുമ്പം 2 1 ആകാൻ 2/2, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പകുതി എടുത്താൽ മതി, അങ്ങോട്ട് പോകാൻ അതിൻ്റെ ഇരട്ടി എടുക്കും. അതാണ് റേഷ്യോ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 1:3 ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവരുടെ ശമ്പളം 1:3 ആയിരുന്നെങ്കിൽ ഒരാളുടെ ശമ്പളം 100 ആണെങ്കിൽ അടുത്ത ആളുടെ ശമ്പളം 100 × 3 300 എന്ന് വരും. എന്ന് വെച്ചാൽ 3 മടങ്ങാണ്, 3 മടങ്ങ് വരും. × 3 ചെയ്യാണ്. അതുപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ 30യുടെ ഓപ്പോസിറ്റ് 1, ആ സമയത്ത് 90യുടെ ഓപ്പോസിറ്റ് 2 ആണ്. 1:2 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 1:2 ആകാൻ ഇവിടെ ചെയ്ത പോലെ × 2 അല്ലേടാ. അപ്പോൾ 1:2 ആകാൻ × 2 എന്ന് നോക്കി, × 2. അതിൻ്റെ അർത്ഥം 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വന്നാലും 90 കാണണമെങ്കിൽ × 2 ചെയ്താൽ മതി. × 2. ഇപ്പം 30ക്ക് ഓപ്പോസിറ്റ് 1 വന്നിരിക്കുന്നു, 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള കാണാൻ 1 × 2 അതാണ് 2. ഓക്കെ, തിരിച്ചു വരുമ്പം 90യിൽ നിന്നും 30യിലോട്ട് വരാൻ /2. വേറെ ഈ ഒരു ട്രിക്ക് കൊണ്ട്, വേറെ മാർഗ്ഗമുണ്ട്. ഇത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. മനസ്സിലാകാൻ ചിലപ്പോൾ ഇച്ചിരി ടൈം എടുത്താലും മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ഒരു ക്വസ്റ്റ്യനിലൊരു വാല്യൂ കണ്ടാൽ 90 കാണാൻ × 2. തിരിച്ച് 90യിൽ നിന്നും 30യിലോട്ട് വരാൻ /2. പെട്ടെന്ന് കത്തോടാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാറേ അങ്ങോട്ട് പോകുമ്പോഴാണ് × 2, ഇങ്ങോട്ട് വരുമ്പോഴാണെന്നൊക്കെ ആലോചിച്ചാൽ സിമ്പിളാണ്. 30യിൽ നിന്ന് 90യിലോട്ട് പോകാൻ 30 ആണോ വലുത് 90 ആണോ വലുത്? 30യെക്കാട്ടി വലുതല്ലേ 90. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട് വരുമ്പോൾ × എന്ന് പറഞ്ഞാൽ കൂടുക. × എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ബയോളജിയിലൊക്കെ പറയത്തില്ലേ, ഓർഗാനിസംസ് മൾട്ടിപ്ലൈ, കൂടുന്നു. ഡിവൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകുത്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, അപ്പോൾ കുറയും. അപ്പം 30യിൽ നിന്ന് 90യിലോട്ട് പോകുമ്പം ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോകണം. അപ്പോൾ × 2, തിരിച്ച് വരുമ്പോൾ /2. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1:2 ആകാൻ × 2, തിരിച്ച് വരാൻ /2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാർ ഒരു ബോക്സ് വരയ്ക്കാം, അതിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പോൾ 30 60 90. ഒരു സ്ഥലത്ത് 30യുടെ ഓപ്പോസിറ്റ് 1 വന്നാൽ 90ക്ക് ഓപ്പോസിറ്റ് × 2 ചെയ്താൽ പോരെ. എന്നോട് പറയണം 30ക്ക് ഓപ്പോസിറ്റ് ഒരു 3 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണ്. ഇത് രണ്ടും നമുക്ക് അറിയത്തില്ല. 60 നമുക്ക് നോക്കാം, ആദ്യം 90 നോക്കാൻ പോവാം. 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 90യിലോട്ട് പോകണമെങ്കിൽ × 2. അപ്പോൾ 3 × 2, 3 × 2, 3ൻ്റെ ഇരട്ടി 6. തിരിച്ചു വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം
90ക്ക് ഓപ്പോസിറ്റ് 6 ആയിരുന്നു. തിരിച്ചു വരാൻ ഡിവൈഡഡ് ബൈ 2, 6ൻ്റെ പകുതി 3. 30ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ ഇരട്ടി എടുത്താൽ ആ 90ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. 90 അല്ലെങ്കിൽ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ പകുതി എടുത്താൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. അങ്ങോട്ട് പോകുമ്പോൾ ഇരട്ടി, ഇങ്ങോട്ട് വരുമ്പോൾ പകുതി. ഓക്കെ, സിമ്പിളായിട്ട് അപ്പോൾ പറയാൻ പറ്റും. ഇനി ഇതേ ഇവിടെ 5 വന്നാൽ ഇതറിയത്തില്ല, അപ്പുറത്ത് എന്ത് വരും? 5ൻ്റെ ഇരട്ടി എത്ര വരും? 10. തിരിച്ച് അപ്പുറത്തുള്ളതാണ് തരാം. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ എങ്ങനെയാണ് തിരിച്ച് വരുന്നതെന്ന് നോക്കാം. ഇപ്പം 90ക്ക് ഓപ്പോസിറ്റ് ഒരു 12 തരികയാണ്. അപ്പം 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ ഇത് രണ്ടും അറിയത്തില്ല. അപ്പം 30യിലോട്ട് വരണമെങ്കിൽ പകുതി എടുക്കണം. 12ൻ്റെ പകുതി 6. ഓക്കെ, ഇപ്പം ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെ വേറൊരു ആൻസർ, വേറെ നമ്പർ സാർ 20 എന്ന് എഴുതുകയാണ്. 20. 90ക്ക് ഓപ്പോസിറ്റ് 20 നമുക്ക് കാണേണ്ടത് 30 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് എങ്ങനെ കാണും? 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള പകുതി എടുക്കുക. 20ൻ്റെ പകുതി 10. അപ്പം 30യിൽ നിന്ന് 90 കാണണമെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്ന് 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻറ്റു 2. 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്ന് 90യിൽ നിന്ന് 30യിലോട്ട് വരണം, വലുതിൽ നിന്ന് ചെറുതിലോട്ട് വരിക, അപ്പോൾ ഡിവൈഡ് ആവുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ 30 90 തമ്മിലുള്ള ബന്ധം മനസ്സിലായി. ഇനി നമുക്ക് ഒരെണ്ണോടെ പഠിച്ചാൽ മതി. 30 60 60 90 തമ്മിലുള്ളത് പഠിക്കേണ്ട. അല്ലാതെ തന്നെ വേറൊരു ഐഡിയയിൽ നമുക്ക് ഇത് രണ്ടും കിട്ടുമ്പോൾ തന്നെ മറ്റേത് കിട്ടിക്കോളും. പ്രത്യേകിച്ച് പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഈ 30 90 തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞ പോലെ ഒരാളെ കൂടെ ശ്രദ്ധിക്കുക. 30 60 എടാ 1 2 ആകുന്നതുകൊണ്ടല്ലേ ഇൻറ്റു 2 എന്ന് എഴുതിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 √3 ആവുക. 1 √3 1 2 ഒരു നമ്പർ 1 എന്ന് പറയുന്നൊരു നമ്പർ വേറൊരു നമ്പർ ആകണമെങ്കിൽ ആ നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു വേണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1 നമുക്ക് 5 ആക്കണമെങ്കിൽ ഇൻറ്റു 5 ചെയ്യണ്ടേ? 1 × 5 ചെയ്താലല്ലേ 5 ആകത്തുള്ളൂ. അത് 1 എന്ന് പറയുന്ന നമ്പർ എന്താകണമെങ്കിലും ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടി വരും. 1 2 ആകാൻ ഇൻറ്റു 2 ചെയ്ത്, 1 √3 ആകാൻ ഇൻറ്റു √3. അപ്പം 30യിൽ നിന്ന് 60യിലോട്ട് പോകാൻ ഇൻറ്റു √3. തിരിച്ച് 60യിൽ നിന്നും 30യിലോട്ട് വരാൻ അപ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ √3. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള വന്നാൽ 60 കാണണമെങ്കിൽ ഇൻറ്റു √3 ചെയ്താൽ മതി. തിരിച്ച് 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് വന്നിട്ട് 30 കാണണമെങ്കിൽ ഡിവൈഡഡ് ബൈ √3 ചെയ്താൽ മതി. അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ ഇൻറ്റു √3 ചെയ്യുമ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ എന്ത് വന്നാലും ഇൻറ്റു √3 ചെയ്താൽ മതി. 1 ഇപ്പോൾ ഈ റേഷ്യോ നമ്മുടെ ജനറൽ റേഷ്യോ നോക്കുമ്പോൾ 1 √3 ആകാൻ ഇൻറ്റു √3 അല്ലേ ചെയ്തത്. അതിൻ്റെ അർത്ഥം 30ക്ക് ഓപ്പോസിറ്റ് എന്ത് വന്നാലും 60 കാണണമെങ്കിൽ ഇൻറ്റു √3. ഇനി 30യിൽ നിന്ന് 60 ചെറുതിൽ നിന്നും വലുതിലേക്ക്, അപ്പം ഇൻറ്റു. ഇനി 60ൽ നിന്ന് 30യിലോട്ട് വരാൻ വലുതിൽ നിന്നും ചെറുതിലേക്ക്, അപ്പോൾ ഡിവൈഡഡ് ബൈ √3. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകാൻ ഇൻറ്റു, ഇങ്ങോട്ട് വരാൻ ഡിവൈഡ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് വന്നാൽ 60 കാണാൻ, 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് വന്നാൽ 90 കാണാൻ ഇൻറ്റു 2 അല്ലേ? 3ൻ്റെ ഇരട്ടി 3ൻ്റെ ഇരട്ടി 6, 5ൻ്റെ ഇരട്ടി 10. അങ്ങനെ ഇപ്പോൾ ഇവിടെ 6ൻ്റെ ഇരട്ടി 12, 10ൻ്റെ ഇരട്ടി 20. അതുപോലത്തെ ഒരു ബന്ധമാണ്. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 60യിലോട്ട് പോകണമെങ്കിൽ ഇൻറ്റു √3. അപ്പം 3 എന്തുകൊണ്ട് ഇൻറ്റു വേണം? √3 ഉണ്ട്. 3 √3. ഇനി 5, 30ക്ക് ഓപ്പോസിറ്റ് 5, 60 കാണണമെങ്കിൽ 5 ഇൻറ്റു √3, 5 √3. ഇവിടെ 6 √3. ഇവിടെ എന്ത് വരും? 10 √3 എന്ന് വരും. ഓക്കെ, അപ്പം 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള എന്നാൽ 60 കാണാൻ ഇൻറ്റു √3, 90 കാണണമെങ്കിൽ ഡിവൈഡഡ് ബൈ √3. 30 60 തമ്മിലുള്ള ബന്ധമാണ്. 30യിൽ നിന്ന് 30 90 തമ്മിലുള്ള ബന്ധമാണ്. 30യിൽ നിന്ന് 90യിലേക്ക് പോകാൻ ഇൻറ്റു 2. തിരിച്ച് 90യിൽ നിന്ന് 30യിലോട്ട് വരാൻ ഡിവൈഡഡ് ബൈ 2. അതുപോലെ 30യിൽ നിന്ന് 60യിലോട്ട് പോകാൻ എന്ത് വരും? ഇൻറ്റു √3. 60യിൽ നിന്ന് 30യിലോട്ട് വരാൻ ഡിവൈഡഡ് ബൈ √3. ഇത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ 30ക്ക് ഓപ്പോസിറ്റുള്ള വന്നിട്ട് 60 ഒക്കെ എഴുതി. ഇനി 30 60 90 നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇപ്പോൾ ശ്രദ്ധിക്കുക. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 60 കാണാൻ ഇപ്പോൾ പഠിച്ച് ഇൻറ്റു √3 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ എന്ത് ചെയ്യും? ഇപ്പം 60ക്ക് ഓപ്പോസിറ്റ് ഒരു 5 ആണ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ കാണും? ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് ഒരു 4 ആണ്. ബാക്കിയുള്ളത് എങ്ങനെ കാണും?
60യും 90യോടുള്ള കണക്ഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. 60യുടെ ഓപ്പോസിറ്റ് എന്ന് ബാക്കി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ 90 കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ആദ്യം എന്ത് കാണാം? 30 കാണാം. 60യിൽ നിന്നും 30യിലോട്ട് വരാനുള്ള ഐഡിയ നമുക്കറിയാം, ഡിവൈഡഡ് ബൈ √3. അപ്പോൾ ഇതിനെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ എന്താ, 5നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/√3. ഇവിടെ അതെ, ഇത് ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ 4/√3. എടാ 60യിൽ നിന്ന് നമ്മൾ 30 കണ്ട്, 30ന്ന് 90 കണ്ടുകൂടെ? 30 90യോടുള്ള ബന്ധം എന്താ? 30യിൽ നിന്നും 90യിലേക്ക് പോകണമെങ്കിൽ × 2. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ × 2 ചെയ്താൽ മതി. 60ക്ക് ഓപ്പോസിറ്റ് തന്നാൽ ആദ്യം 30 കാണുക, പിന്നെ 90യിലേക്ക് പോവുക. × 2 5/√3 × 2 5/√3 × 2 5 × 2 10 10/√3 എന്ന് വരും. അടുത്തത് 4/√3 × 2 4/√3 × 2 എന്ന് പറഞ്ഞാൽ 4 × 2 8/√3. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം 30യും 90യോട്ടുള്ള കണക്ഷൻ പഠിച്ചു. 30യിൽ നിന്ന് 90യിലേക്ക് പോകാൻ × 2, തിരിച്ച് 90യിൽ നിന്ന് 30യിലോട്ട് വരാൻ ഡിവൈഡഡ് ബൈ 2. ഇനി 30 60യോടുള്ള കണക്ഷൻ, 30യിൽ നിന്ന് 60യിലേക്ക് പോകാൻ × √3, തിരിച്ചു വരാൻ ഡിവൈഡഡ് ബൈ √3. ഓക്കെ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ 1-2 ക്വസ്റ്റ്യൻ കൂടെ പറയാം. അപ്പം ക്ലിയർ ആയി നോക്കണം. അപ്പം 30 60 90യുടെ ക്വസ്റ്റ്യൻസ് വേറൊരു ടൈപ്പിൽ സാർ എഴുതിയേക്കാണ്. അതുകൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് 45 45 90 അതിൻ്റെ കൂടെ പറയുമ്പം ആ ഒരു പിന്നെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. എടാ ആംഗിൾ A 30, ആംഗിൾ B 60, ആംഗിൾ C 90. AC എന്ന് പറഞ്ഞ സൈഡ് 3 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ആർ ദ അതർ സൈഡ്സ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദേ, അപ്പോൾ നമ്മൾ ഫിഗർ വരയ്ക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, പെട്ടെന്ന് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. അതെ, ഇവിടെ 90 ഡിഗ്രിയാണ്. ഇവിടെ 30 കൊടുക്കാം, ഇവിടെ 60 കൊടുക്കാം. കുറച്ചുകൂടെ മാറ്റി വരച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ 30 അവിടെ 60 കൊടുക്കാം, വേറെ രീതിയിൽ വരച്ചിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുക. 90 എന്ന് പറയുന്നത് ഏതാങ്കിളാണ്? C അല്ലേ? അപ്പോൾ ഇവിടെ എന്തോ ലെറ്റർ കൊടുക്കണ്ട, C. പടം വരച്ച് കഴിഞ്ഞിട്ട് ആ ലെറ്റർ അങ്ങ് കൊടുത്തേച്ചാൽ മതി, സിമ്പിളാണ്. ആംഗിൾ B 60 അല്ലേ? അപ്പോൾ 60യുടെ B എന്നങ്ങ് കൊടുത്താൽ മതി. അല്ല ലെറ്റർ കൊടുത്തിട്ട് പിന്നെ ആംഗിൾ ഒപ്പിക്കാൻ നടക്കണ്ട. ആദ്യം പടം വരയ്ക്കുക, ആംഗിൾസ് അടയാളപ്പെടുത്തുക, ശേഷം ആ ലെറ്റേഴ്സ് ആ ഭാഗത്തങ്ങ് കൊടുത്താൽ മതി. ആംഗിൾ A 30, അപ്പം 30ൻ്റെ അവിടെ ABC ആയി. ഇതിൽ AC 3 എന്ന് പറഞ്ഞത് ഇതാണ് AC 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം എടാ AC എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്? AC 3 ആണെങ്കിൽ വാട്ട് ആർ ദി അതർ സൈഡ്സ്? ബാക്കിയുള്ള സൈഡുകൾ എന്തൊക്കെ? കണ്ട സൈഡുകൾ ഏതൊക്കെയാണ്? AB കാണണം, BC കാണണം, അല്ലെങ്കിൽ CB കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഏതിൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന സൈഡാണ്? 60 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഈ 3? അപ്പോൾ നമ്മുടെ 30 60 90 എന്ന് നമ്മൾ എഴുതിയാൽ അവിടുത്തെ റേഷ്യോ 1:√3:2 അല്ലേ ജനറൽ റേഷ്യോ? ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് എന്താ വന്നേക്കുന്നത്? 60യുടെ ഓപ്പോസിറ്റ് നമ്മൾ ബോക്സ് പോലെ വരച്ചാൽ 60ക്ക് ഓപ്പോസിറ്റ് ആരാണ്? 60യുടെ ഓപ്പോസിറ്റാണ് 3. 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള വന്നാൽ നമുക്ക് 90 പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ 30 പറയാനൊരു ഐഡിയ പറഞ്ഞതുകൊണ്ട് 30യിൽ നിന്നും 60യിലേക്കാണെങ്കിൽ × √3. 60ന്ന് 30യിലോട്ട് വരാൻ ഡിവൈഡഡ് ബൈ √3. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? √3 കൊണ്ട്. അപ്പം 3/√3 3/√3 ആണ് ആൻസർ. അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ശ്രദ്ധിച്ചോണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എടാ താഴെ √3 എന്നല്ലേ കിടക്കുന്നത്, ഈ 3യെ നമുക്ക് ഏതൊരു നമ്പറിനെയും ഇപ്പോൾ 3 റൂട്ട് അല്ലെങ്കിൽ നമുക്ക് 4നെ ഇപ്പോൾ 2² എന്നൊക്കെ എഴുതുന്ന പോലെ 3യെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 3യെ മാറ്റാൻ പോവാണ്. 3 എന്ന ഏതൊരു നമ്പറിനെയും നമുക്ക് √3 × √3. ഇപ്പം എക്സിനെ നമുക്ക് √x × √x എന്ന് എഴുതാം. ഇപ്പോൾ 2 ആണെങ്കിൽ √2 × √2 എന്ന് എഴുതാം. അതുപോലെ 3യെ എഴുതാൻ പറ്റുന്നതാണ് √3 × √3 ബൈ താഴത്തെ √3. ഏതൊരു നമ്പറിനെയും ആ 2 നമ്പർ ഇൻറ്റു എന്ന് എഴുതി വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √3യെ √3 × √3 എഴുതാൻ പറ്റുന്നതിൻ്റെ കാരണം 3യെ ഇപ്പോൾ നമ്മൾ √3 × √3 എഴുതുക. അങ്ങനെ മാറ്റി എഴുതാൻ കാരണം 3 തന്നെയാണ് √3 × √3. അതുകൊണ്ടല്ലേ അങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഇപ്പം 15 കാണുമ്പോൾ 15 എന്ന് കാണുമ്പോൾ 5 × 3 എന്ന് എഴുതുക. കാരണം എന്താ? 5 × 3 15 ആയതുകൊണ്ടല്ലേ അങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പം √3 × √3 എന്ന് 3യെ മാറ്റി എഴുതാൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം √3 × √3 ചെയ്യുമ്പോൾ 3 കിട്ടും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം √3 × √3 ഒരൊറ്റ റൂട്ട് ഇട്ടിട്ട് 3 × 3 എന്ന് എഴുതിയാൽ മതി. അങ്ങനെ റൂളുണ്ട്, √a × √b എന്ന് പറഞ്ഞാൽ √A × b.
അപ്പോൾ √3 × 3 √9. √9ൻ്റെ വില എത്ര? 3. അപ്പോൾ ധൈര്യമായിട്ട് ഒരു നമ്പർ കാണുമ്പോൾ റൂട്ട് അതിനെ പ്രത്യേകിച്ച് എഴുതാൻ പറ്റാത്തൊരു നമ്പറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3. ഇപ്പം 9 ആണെങ്കിൽ നമുക്ക് 3 × 3 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ 3 ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാനേ പറ്റത്തുള്ളൂ, √3 × √3. താഴത്തെ √3, മുകളിലത്തെയും കട്ടായാൽ ആൻസർ √3 എന്ന് പറഞ്ഞാൽ 30യിൽ നിന്ന് 60യിൽ നിന്ന് 30യിലോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ √3 ആണ്. അപ്പോൾ ഈ 3 √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് √3. ഇനി 30യിൽ നിന്ന് 90യിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 30യിൽ നിന്ന് 90യിലേക്ക് പോകാൻ 30ക്ക് ഓപ്പോസിറ്റുള്ള എന്ത് വന്നാലും 90 കിട്ടണമെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. √3യുടെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ടൈംസ് 2 √3. √3യുടെ ഇരട്ടിയാണ് 2 √3. നമ്മുടെ ആൻസറാണ് √3യും 2 √3. അപ്പോൾ വാട്ട് ആർ ദി അതർ സൈഡ്സ് എന്നാ ചോദ്യം. നമ്മുടെ 60ക്ക് ഓപ്പോസിറ്റ് ആയിരുന്നു 3. 30ക്ക് ഓപ്പോസിറ്റ് എത്ര കൊടുക്കേണ്ട? √3. 30ക്ക് ഓപ്പോസിറ്റ് ഇവിടെ ഈ സൈഡിൽ √3. ഇനി 90ക്ക് ഓപ്പോസിറ്റ്, 90യുടെ ഓപ്പോസിറ്റ് എന്തുവാ? 2 √3. ഇതെല്ലാം സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് എഴുതിയാൽ മതി വാട്ട് ആർ ദ അതർ സൈഡ്സ് എന്നാണ് ചോദ്യം. ബാക്കിയുള്ള സൈഡുകൾ ഏതൊക്കെയാണ്? AB ഈക്വൽ ഏതാ? 2 √3 സെൻറ്റിമീറ്റർ. പിന്നെ ആരാടാ? CB അല്ലെങ്കിൽ BC ഈക്വൽ √3 സെൻറ്റിമീറ്റർ. ഇതാണ് അതർ സൈഡുകൾ. ഓക്കെ, ആ ചോദ്യം തന്നെ അത് തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് നമ്മൾ. ആംഗിൾ എയും ബിയും സിയും ഒക്കെ അത് തന്നെയാണ്, ഫിഗറിലൊന്നും മാറ്റമില്ല. അങ്ങ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ വരും. പക്ഷേ AB 10 ആണ്. AB നേരത്തെ AC ആയിരുന്നു നമ്മൾ തന്നിരുന്നത്, AB. അപ്പോൾ അതേപോലെ തന്നെ വരച്ച് കഴിയുമ്പം AB എന്ന് പറഞ്ഞാൽ ആറ് ഓപ്പോസിറ്റുള്ളതാണ് AB എന്ന് നോക്കുന്നത്. ഇതാണ് AB ആണ് 10 സെൻറ്റിമീറ്റർ. വെച്ചാൽ 90യുടെ ഓപ്പോസിറ്റ് 10. അപ്പോൾ ഇവിടെ 90യുടെ ഓപ്പോസിറ്റ് കൊണ്ട് 10 കൊടുക്കും. 90ക്ക് ഓപ്പോസിറ്റുള്ള തന്നാൽ അല്ലെങ്കിൽ 90യുടെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 30യിലേക്ക് പോകുന്നത് നമ്മൾ പഠിച്ചതാണ്. 30യിൽ നിന്ന് 90യിലേക്കാണെങ്കിൽ × 2 തിരിച്ചു പോകാൻ ഡിവൈഡഡ് ബൈ 2. അപ്പം ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് എന്തെഴുതാം? 90 60 ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല, അത് അതിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതാണ് സിമ്പിൾ. 90ക്ക് ഓപ്പോസിറ്റ് 10 എന്ന് തന്നാൽ 30ക്ക് ഓപ്പോസിറ്റ് അതിൻ്റെ പകുതി, 10ൻ്റെ പകുതി എത്രടാ? 5. ഇനി 30യിൽ നിന്ന് എങ്ങനെ നമ്മൾ 60യിലേക്ക് പോകുന്ന? 60യിലേക്ക് പോകാൻ × √3. അപ്പം 5 × √3, 5 √3. തിരിച്ചു വരാൻ ഡിവൈഡഡ് ബൈ √3 ആണ്. നമുക്ക് 30യിൽ നിന്ന് 60യിലോട്ടാണ് പോകേണ്ടത്, അതുകൊണ്ടാണ് × √3 ചെയ്തത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി അതർ സൈഡ്സ് എന്നുള്ള ചോദ്യത്തിന് ബാക്കിയുള്ള സൈഡുകൾ 30ക്ക് ഓപ്പോസിറ്റ്, 30യുടെ ഓപ്പോസിറ്റ് ഏതാ? 5. ഇനി 60ക്ക് ഓപ്പോസിറ്റ് 5 √3. ഓക്കെ, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് എഴുതാം BC ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അടുത്തത് AC ഈക്വൽ ടു 5 √3 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളടാ? ഇതേ ചോദ്യം തന്നെ ഈ 30 60 90യുടെ ചോദ്യം നമ്മൾ നോർമലി ഇപ്പം 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതിൻ്റെ പകുതി എടുത്താൽ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കിട്ടും. അവിടുന്ന് 30യിൽ നിന്ന് 60യിലേക്ക് പോകാൻ × √3 ചെയ്താൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇത് തന്നെ, ഇതേ പ്രോബ്ലം നമ്മൾ വേറെ രീതിയിൽ ചെയ്യും. ഇതേ പ്രോബ്ലം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്യുന്നത് 30 60 90. 30 60 90യുടെ റേഷ്യോ എന്താണ്? 1:√3:2 എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്. ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ശമ്പളത്തിൻ്റെ റേഷ്യോ 1:2 എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരുടെ പേര് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ പോലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് വാല്യൂ ആണ്. എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ലാസ്റ്റ് വാല്യൂ ആണ് റേഷ്യോ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, ഇവിടെ എല്ലായിടത്തുനിന്നും എന്തോ കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്ക് ഈ 1:√3:2 എന്നുള്ളത് കിട്ടുന്നത്. അപ്പോൾ എല്ലായിടത്തുനിന്നും കട്ട് ചെയ്യുന്നൊരു സെയിം വാല്യൂ ആണ്, അത് എക്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1:2 ആണ് ശമ്പളം എന്ന് നമ്മൾ ശമ്പളത്തിൻ്റെ റേഷ്യോ 1:2 ആണ്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ശമ്പളം 500 ആണെങ്കിൽ അടുത്ത ആൾക്ക് കിട്ടുന്ന ശമ്പളം എത്ര? എൻ്റെ ഇരട്ടി 1000 ആണ്. ഇതിനെ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതല്ലേ 1:2. 500/1000. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആണ് രണ്ടിടത്തുനിന്നും. ഇവിടുത്തെ 2 0യും ഇവിടുത്തെ 2 0യും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ 1:500/2 1 × 500 ആണ് 500, 2 × 500 ആണ് 1000. സത്യം പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന 500 അല്ലേ? എന്നിട്ടല്ലേ ആൻസർ 1/2 എന്ന് കിട്ടുന്നത്. 500/1000 കട്ട് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും കട്ട് ചെയ്യുമ്പോഴാണ്
ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വരുന്നത്. അതുപോലെ ഇവിടെയും 1:√3:2 എന്ന് പറഞ്ഞാൽ എന്തോ സെയിം സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്താൽ അവിടെ എന്താണ് കട്ട് ചെയ്തേക്കുന്നത്? അറിയാത്ത ഏതോ ഒരു വാല്യൂ ആണ്, അതാണ് എക്സ്. എല്ലായിടത്തും നമ്മൾ എക്സ് കൊടുക്കുകയാണ്. മറ്റൊരു രീതിയിൽ ഓർ മെത്തേഡാണ് വേറൊരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം എന്തോ ഒരു എക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഒരു റേഷ്യോ വരുമ്പോൾ അതിൻ്റെ കൂടെ എക്സ് കാണും. ഇപ്പോൾ പറയുകയാണ് നമ്മൾ 9ലും 8ലും ഒക്കെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ 5:4 ആണ്. ബോയ്സും ഗേൾസും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്പർ ഓഫ് ബോയ്സ് എന്ന് എഴുതി എന്തെഴുതും? 5 എന്നല്ല എഴുതുന്നത്, 5x എന്നാണ് എഴുതുന്നത്. രണ്ടിടത്തും എന്തോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെ എണ്ണം ഉണ്ടായിരുന്നു. ആ എണ്ണങ്ങൾ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് 5:4. അതുകൊണ്ട് നമ്മൾ 5x എന്നും ഗേൾസിൻ്റെ എണ്ണം 4x എന്നും ഒക്കെ എടുക്കും. അതുപോലെ എപ്പോഴും റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാല്യൂ അതിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ എക്സ് കൊടുത്തേക്കുന്നത്. എക്സ് കൊടുക്കുന്നു. ശേഷം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏതാണെന്ന് നമ്മൾ നോക്കും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഏതിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ്? 90ക്ക് ഓപ്പോസിറ്റ് ആ 10 എന്ന് തന്നേക്കുന്നത്. ഇതിൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ്. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് 10 നമ്മൾ കൊടുത്ത്. നമുക്കറിയാം 90ക്ക് ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ 30ലേക്ക് വരുമ്പം പകുതി എടുത്താൽ മതി. 30ന്ന് 90ലോട്ട് പോകാൻ ഇരട്ടി എടുത്താൽ മതി. ഇനി 30ന്ന് 60ലോട്ട് പോകാൻ *√3, തിരിച്ചു വരാൻ /√3. അതൊക്കെ അറിയാം. ഇതിപ്പം അതല്ല, ഇത് വേറൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇപ്പം 90യുടെ അവിടെ ഏതാണ് വാല്യൂ? 1:√3:2 അകത്ത് 90യുടെ ഓപ്പോസിറ്റ് വരുന്ന 2 അല്ലേ? അതിൻ്റെ നമ്മൾ റേഷ്യോ വേണ്ട ഒരു എക്സും കൊടുത്ത് 2x ഭാഗത്ത് 90യുടെ നേരെ 2x ആണ്. ആ ഭാഗത്ത് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് 10 ആണ്. എന്ന് വെച്ചാൽ 2x ആണ് എത്ര എന്ന് പറയുന്നത്? 2x എന്ന് പറയുന്നത് 10 ആണ്. 2x 10 ആണ്. എങ്കിൽ 1x എത്രയാണ്? x എത്ര? 10/2. എക്സിൻ്റെ വില 5 ആണ്. എക്സിൻ്റെ വില 5. ഇവിടെ എക്സ് വരുന്നിടത്ത് എല്ലാം നമ്മൾ ആ 5 ഇട്ട് കൊടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ചേ. 2 × 5 അതല്ലേ ഈ 10. √3 × 5 √3 × 5 ഇറാഷണൽ നമ്പരും ഒരു നോർമൽ നമ്പറോട് വന്നാൽ നമ്മൾ ആദ്യം നോർമൽ നമ്പറാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം √3 × 5 എന്നല്ലേ? എക്സ് 5 അല്ലേ? അപ്പോൾ 5√3 അല്ലേ ഉത്തരം? 1 × x എന്ന് വെച്ചാൽ 1 × x ആരാ? 5. ഉത്തരം 5. ഓക്കെ, വേറെ ഒന്നുമില്ല. 30, 60, 90 അതിൻ്റെ റേഷ്യോ 1:√3:2 ആണെന്നറിയാം. എല്ലായിടത്തും ഓരോ എക്സ് എഴുതി, കാരണം റേഷ്യോ ആണ്. ഏതൊരു കോമൺ സാധനം വെട്ടിയിട്ടാണ് ഈ 1:√3:2 എന്ന് വരുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ് കൊടുത്ത് 90ക്ക് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ 10 ആയിരുന്നു. 90ക്ക് ഓപ്പോസിറ്റ് 10 ആയതുകൊണ്ട് നമ്മൾ 10 എഴുതി. 90യുടെ ഓപ്പോസിറ്റ് 90യുടെ നേരെ അല്ലെങ്കിൽ 2x ആണ്. അതിൻ്റെ അർത്ഥം ഈ 90ക്ക് ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിൽ 10 വന്നപ്പോൾ അതിൻ്റെ അർത്ഥം 2x 10 ആണെന്നാണ്. 2x 10 ആണെങ്കിൽ എക്സ് എത്രയാണ്? 10/2 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5. എക്സ് ഉള്ളിടത്ത് എല്ലാം ആ 5 എന്നുള്ള വില കൊടുത്താൽ മതി. √3 × 5 5√3 1 × 5 ഉത്തരം 5. ഓക്കെ, ഇതിന് മുമ്പ് ചെയ്യിപ്പിച്ച പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിയോടാ 30, 60, 90യുടെ നമ്മൾ പറഞ്ഞ്. ഇനി അടുത്ത ഒരെണ്ണങ്ങളുണ്ട് 45, 90 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമ്മൾ പറഞ്ഞിരുന്നു. 45, 90 ആണെങ്കിൽ 45, 90 വന്ന റേഷ്യോ എങ്ങനെ? 1:1:√2. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1 ഇവിടെയും 1 ആണ്. നേരത്തെ 1:√3:2 ആയിരുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ 1360 ആയിട്ടുള്ള ബന്ധവും 1390 ആയിട്ടുള്ള കണക്ഷൻ, ഞാൻ 2 കണക്ഷൻ പഠിച്ചു. ഇവിടെ ഒരു നമുക്ക് വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരുമോ അത് തന്നെ ഈ 45ൻ്റെ ഓപ്പോസിറ്റും വരത്തുള്ളൂ. രണ്ടും 45 തന്നെയല്ലേടാ, അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ? അപ്പം ശ്രദ്ധിച്ചാൽ നോക്കിയേ, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു 3 വന്നാൽ ഇവിടെയും 3 തന്നെ വരും. അപ്പോൾ നമുക്ക് ഈ 90ആയിട്ടുള്ള കണക്ഷൻ പഠിച്ചാൽ മതി. ഏത് 45 നിന്ന് അങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. അത് ഇവിടെ നിന്ന് വരയ്ക്കാണ്. 45ൽ നിന്ന് 90ലേക്ക് പോകാൻ 1√2 ആയി മാറുന്നു. 1 2 ആയപ്പോൾ *2 എന്ന് പഠിച്ച്. 1√3 ആയപ്പോൾ *√3 ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ച്. അപ്പോൾ 1√2 ആകുമ്പം *√2 എന്ന് വെച്ചാൽ 45ൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് തന്നാൽ 90 കാണണമെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ള കാണണമെങ്കിൽ *√2 45ന് 90ലോട്ട് പോകാൻ ചെറുതിന്ന് വലുതിലോട്ട് പോകുന്നു. അപ്പോൾ ഇൻറ്റു ചെയ്യുന്നു. തിരിച്ചു വരാൻ മക്കളെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നവർ പറയുന്നുണ്ടായിരിക്കും, സാറേ എന്താണ് അങ്ങോട്ട് പോകാൻ ഇൻറ്റു ആണെങ്കിൽ ഇങ്ങോട്ട് വരാൻ /√2. ഓക്കെ, സാറ് ബോക്സ് വരച്ച് ഇതേ പറയാം. നോക്കിയോ, പെട്ടെന്ന് പറയാൻ പറ്റുന്ന നോക്കുക. 45, 90 എടാ ഇവിടെ 3 ആണ്.
ഈ 45ൻ്റെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും അത് തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. രണ്ടും 45 തന്നെ. അപ്പോൾ ഇവിടെയും 3 വരും. മക്കളെ 45 എങ്ങനെയാണ് 90യിലോട്ട് പോകുന്നത്? 45 നിന്ന് ആരോ ശ്രദ്ധിക്കണം. നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അപ്പം ഇവിടെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഇൻറ്റു √2. അപ്പം 3 ആണ് ഇവിടെ. ആ കിടക്കുന്ന നമ്പർ തന്നെ ഇവിടെ 1 ആയതുകൊണ്ടാണ് 1 ഇൻറ്റു √2. ഇവിടെ അതിന് പകരം 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു √2, 3 √2. ഇത് ഇവിടെ നോക്കുക. അടുത്തൊരു ഇവിടെ ഒരു 10 കൊടുക്കുകയാണ്. 45ൻ്റെ ഓപ്പോസിറ്റ് 10 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റും 10. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 45ൽ നിന്നും 90യിലേക്ക് പോകാൻ ഇൻറ്റു √2. അപ്പോൾ 10 ഇൻറ്റു √2, 10√2. ഇവിടെ ഇപ്പോൾ നമ്മൾ തന്നിരുന്നത് ക്വസ്റ്റ്യൻ്റെ 45ൻ്റെ ഓപ്പോസിറ്റുള്ള തന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി സാർ ഇപ്പോൾ തരാൻ പോകുന്ന 90ക്ക് ഓപ്പോസിറ്റുള്ള പറയാൻ പോവാം. ഇവിടെ 5 ആണ് എന്ന് വിചാരിക്കുക. 45ൻ്റെ ഓപ്പോസിറ്റുള്ള കാണാൻ ഒരെണ്ണം കണ്ടാൽ മതി, അത് തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. 90 എന്ന് എങ്ങനെയാണ് 45ലോട്ട് വരുന്നത്? ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 5/√2, 5/√2. അപ്പോൾ ഇവിടെ അത് തന്നെ 5/√2. രണ്ടും 45 അല്ലേ? ഇവിടെ സാറിന് 3 കൊടുക്കുകയാണ്. 3 കൊടുത്താൽ ഇപ്പുറത്തോട്ട് വരുമ്പം 3/√2. ഇവിടെ എന്ത് വരും? 3/√2. ഇതാണ് 45, 90യുടെ ആ ഒരു കണക്ഷൻ. ഓക്കെ, അപ്പം 45ൻ്റെ ഓപ്പോസിറ്റുള്ള വന്നാൽ 90 കാണാൻ ഇൻറ്റു √2. തിരിച്ച് 90ക്ക് ഓപ്പോസിറ്റുള്ള വന്നാൽ 45 കാണാൻ ഡിവൈഡഡ് ബൈ √2. ഓക്കെ അല്ലേ?